നമുക്ക് ഇന്നൊരു പുതിയൊരു പ്രൊഡക്റ്റിനെ ഒന്ന് പരിചയപ്പെടാം. എലീക്കയുടെ നിക്കോള ടെസ്ല എക്സ്ട്രാക്ടർ ഹുഡ്. ഈ കാണുന്നത് അതിൻ്റെ കാർബൺ ഫിൽറ്റർ മുകളിലേക്ക് ഉയർത്തിയെടുക്കാനുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡുള്ളൊരു ഭാഗമാണ്. ഇതാണ് ഇതിൻ്റെ ഏകദേശം ടോപ്പ് ഭാഗങ്ങളൊക്കെ കാണുന്നത്. ആ ഒരു റെഡ് റിബൺ താഴത്തേക്ക് ഇറങ്ങിക്കിടക്കുന്ന ആ ഭാഗത്താണ് നമ്മൾ ഇതിൻ്റെ കാർബൺ ഫിൽറ്റർ ഇൻസെർട്ട് ചെയ്തിട്ട് നമ്മളത് അതിൻ്റെ അകത്തോട്ട് തള്ളി വെക്കുന്നത്. ഒരു 4 ഫിൽറ്റർ ഉണ്ടാവും. ഈ ഒരു ഫിൽറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ്ങിലേക്ക് നമ്മൾ ഈ ഒരു ഫിൽറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലൈഫ് ലോങ്ങിലേക്ക് നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു ഫിൽറ്റർ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് റീസൈക്കിൾ ചെയ്യാം. ഇത് റീസൈക്കിൾ മോഡലുണ്ട്, ഡക്റ്റിംഗ് മോഡലുണ്ട്. ഇതിപ്പോൾ നമുക്ക് റീസൈക്ലിംഗ് മോഡൽ ആയതുകൊണ്ടിട്ടാണ് ഈ ഒരു ഫിൽറ്റർ ഇതിനകത്ത് ഇടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് നമ്മളത് പൈപ്പ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഫിൽറ്ററെല്ലാം തള്ളി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഫിൽറ്റർ 4ാമത്തെ ഫിൽറ്ററും അതിനകത്തോട്ട് ഇറക്കി വെക്കുന്നു. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു മാഗ്നറ്റിക്കുള്ള ആ ഒരു ചെറിയൊരു കീ പോലെ സംഭവം അത് കണ്ടില്ലേ, ഈ കീ പോലത്തെ ഈ ഒരു സംഭവത്തിലാണ് നമ്മൾ നേരെ അതിന്മേലും മാഗ്നറ്റിക് ഒരു ഫീൽഡ് ഉണ്ട്, നേരെ പൊക്കിയിട്ട് നേരെ പൊക്കി പുറത്തേക്ക് എടുക്കുക. ശരിക്കും ഒരെണ്ണം മാത്രമേ അതിനകത്ത് ഫിൽറ്റർ ഇട്ടാൽ മതി. നമ്മൾ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി അങ്ങനെ 4 ഇടുന്നത് കാണിച്ച് മാത്രമേ ഉള്ളൂ. 4 വേണേലും ഇട്ട് വെക്കാം, കുഴപ്പമില്ല. പക്ഷേ അത് നമുക്ക് ലൈഫിലേക്ക് തന്നെ ഇത് ഉപയോഗിക്കാവുന്ന ഫിൽറ്ററാണ്. ഇതിൻ്റെ ഫിൽറ്ററിനൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ടിട്ട് കമ്പനി അങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ 4 വിടുന്നത്. നമ്മളിത് നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗത്തിനനുസരിച്ചിട്ട് മാത്രമാണ് ഇത് നമുക്കിത് ഫിറ്റ് ചെയ്യേണ്ടത്. കണ്ട ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ആ റിബണിൽ പിടിച്ച് വലിച്ചാൽ ഈ കാണുന്നതാണ് ഫിൽറ്റർ ഇരിക്കുന്ന ആ ഒരു ഭാഗം, 4 ഫിൽറ്റർ ഇരിക്കുന്ന ഭാഗമാണ്. ഇപ്പം ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈപ്പ് വഴി നമുക്കിത് പുറത്തേക്ക് കളയാം. ഈ കാണുന്നതാണ് നമ്മുടെ ഇതിൻ്റെ കണക്ടർ. 3 ഫേസോ സിംഗിൾ ഫേസോ ആയിട്ട് നമുക്കിത് കണക്ട് ചെയ്യാം. അതിനകത്ത് കറക്റ്റായിട്ട് പോയിൻ്റെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ ആ റിബൺ എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം അതിനൊരു ക്യാപ്പ് ഉണ്ടാവും. ആ ക്യാപ്പ് അതുപോലെ തന്നെ കറക്റ്റ് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് താഴത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുക. ആ ഒരു റൗണ്ട് ഷേപ്പ് നോക്കണം, നേരെ താഴത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിൻ്റെ മേളിലൊരു ക്യാപ്പുണ്ട്, ഒരു മെറ്റലിൻ്റെ ക്യാപ്പാണ്. ഇത് നമുക്ക് എങ്ങനെ പൊക്കിയെടുക്കുക വെച്ചാൽ അതിൻ്റെ ബാക്ക് സൈഡിൽ പിടിച്ചൊന്ന് താഴത്തേക്ക് പ്രസ് ചെയ്താൽ നേരെ മേളിലേക്ക് പൊക്കിയെടുക്കാം. ഇത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഫിൽറ്ററാണ്. നല്ലൊരു അടിപൊളി ഫിൽറ്ററാണ്, മെഷ് ഫിൽറ്റർ അല്ല, ഒരു പ്രത്യേക ടൈപ്പ് കാർബൺ ഫൈബർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു നല്ല ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു ഫിൽറ്ററാണിത്. റൗണ്ട് ഫിൽറ്ററാണ്. അതിനൊരു ലോക്കുണ്ട്. ആ ലോക്ക് കൃത്യമായിട്ട് വെച്ചിട്ട് നേരെ താഴത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിൻ്റെ മേളിൽ കാണുന്ന ആ ഒരു നെറ്റ്, അതിനും ഈ പറഞ്ഞ പോലെ തന്നെ സൈഡിൽ ഒരു 3 ഭാഗത്തായിട്ട് അതിനൊരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഒരു സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അത് ലോക്കായിട്ട് അത് വീണോളും. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ കുറച്ച് പൊങ്ങി ഒരു ഭാഗം. ഈ കാണുന്നതാണ് അതിൻ്റെ ലോക്ക്. അതിൻ്റെ ആ പ്രത്യേക ഷേപ്പിൽ 3 സ്ഥലത്തുണ്ട്. അത് വെച്ചിട്ട് ജസ്റ്റ് റൈറ്റിലേക്കൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ അതിന് ആ കറക്റ്റായിട്ടത് ലോക്കായിരുന്നു. തിരിക്കേണ്ട ആവശ്യം മാത്രം സൈഡിലോട്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് തിരിച്ചാൽ കറക്റ്റായിട്ട് ലോക്ക്. ഇതൊരു ഇൻഡക്ഷൻ പ്ലസ് ചിമ്മിനിയും കൂടി കൂടിയിട്ടുള്ളൊരു മോഡലാണ് ഈ നിക്കോള ടെസ്ല എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടുന്നതാണ് കാണുന്നത്. നമ്മൾ ഫാനിൻ്റെ അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പ്ലസ് അതിമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പീഡ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് തൊട്ട് താഴെയുള്ള ബട്ടണിൽ മൈനസിൽ നോക്കിക്കഴിഞ്ഞാൽ അത് സ്പീഡ് കുറഞ്ഞു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ സ്പീഡ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് 4 സോണിൽ നമുക്ക് പാത്രങ്ങൾ വെക്കാം. ഈ 4 സോണിൽ പാത്രങ്ങൾ വെച്ചിട്ട് നമുക്ക് 4 ടെമ്പറേച്ചറിൽ നമുക്ക് 4 രീതിയിലുള്ള പാത്രങ്ങളാണ് നമുക്ക് വെക്കുന്നത്. അത് നമുക്ക് ഓട്ടോ മെനു ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മാനുവലി ഇൻഡിവിജ്വലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ സോണിൽ നമുക്ക് പാത്രങ്ങൾ നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിനകത്ത് ഫാനിൻ്റെ ബട്ടൺ ഉണ്ട്. 4 സോൺ സെലക്ട് ചെയ്യാനുള്ളതും ഒരു ഓൺ ബട്ടൺ ഉണ്ട്. ഇതിൽ ഓണാക്കി കഴിയുമ്പോഴത്തേക്കും തന്നെ എല്ലായിടത്തും ഡിജിറ്റൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. നമ്മൾ ഏതാണ് സോണാണ് നമുക്ക് വേണ്ടത് ആ സോൺ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ റെഡ് ബട്ടൺ ഒരു ലൈറ്റ് കത്തും. താഴത്താണെങ്കിൽ ഏത് സോൺ സെലക്ട് ചെയ്താലും അവിടെ നമുക്കൊരു റെഡ് സിമ്പിൾ കത്തും. ആ സിമ്പിൾ കത്തി കഴിഞ്ഞാൽ ആ സൈഡിലേക്കുള്ളത് ആക്റ്റീവ് ആയി എന്നുള്ളതാണത്.
പിന്നെ നമ്മൾ അതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൈനസോ അല്ലെങ്കിൽ പ്ലസ്സോ. ഇപ്പോൾ ഈ പി എന്ന് കാണിക്കുന്നത് ഫുൾ പവറിൽ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ പവർ ലെവൽ കുറക്കുന്നതാണ് കാണുന്നത്. 1 2 3 മുതൽ 9 വരെ ഉണ്ടാവും. പിന്നെ പി ഉണ്ടാവും. ഇതാണ് പവർ ലെവൽ. ഇപ്പോൾ ഒരു സി പോലെ താഴെ ഒരു വരയും കാണിക്കുന്നത് പാത്രം സെൻസ് ചെയ്യുന്നില്ല എന്നുള്ളതിന് സിമ്പിളാണ് ആ കാണിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ പാത്രങ്ങളൊന്നും അതിൻ്റെ മുകളിൽ വെച്ചിട്ടില്ല. ഇതിനകത്ത് വെക്കേണ്ട പാത്രങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എല്ലാ സ്റ്റീലിൻ്റെ പാത്രങ്ങളും ഇതിനകത്ത് വർക്ക് ചെയ്യില്ല. ഇതിനകത്ത് ഇൻഡക്ഷൻ ബേസ് പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അത്യാവശ്യം എല്ലാ മാർക്കറ്റുകളിലും ലഭിക്കും. നമുക്ക് അടിയിൽ നോക്കി അറിയാൻ പറ്റും. ഒരു 4-5 പവർ ലെവൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ സിമ്പിളുകൾ കാണിക്കുന്നുണ്ടാവും. അടിഭാഗം കുറച്ച് കട്ടിയായിട്ടുള്ളത്, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ അടിഭാഗം കുറച്ച് കട്ടിയായിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടൽ കൺസപ്ഷൻ എന്ന് പറയുന്നത് 7.5 കിലോ വാട്ടാണ്. ഇത് നമുക്ക് 3 ഫേസിലും കൊടുക്കാം, സിംഗിൾ ഫേസിലും കൊടുക്കാം. അതിന് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അതിനനുസരിച്ചിട്ടുള്ള ഒരു പവർ നമ്മളതിനോട് കണ്ടാൽ മാത്രം മതിയാവും. ഇത് ഓണാക്കുന്നൊരു ബട്ടണാണ്. നമുക്കിത് 4 സോൺ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ടൈമർ. നമുക്ക് എക്സോസ്റ്റ് ഫാൻ നമുക്കൊരു ടൈം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എന്ന് പറയുന്നത് ഓട്ടോ ഫംഗ്ഷനാണ്. ഓട്ടോ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിതിപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് പാത്രം ഏത് സോണിൽ വെച്ചാലും ആ ഭാഗം കറക്റ്റായിട്ട് സെൻസ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓട്ടോ ഫംഗ്ഷൻ വരുന്നത്. ഇതിലിപ്പോൾ ആ എച്ച് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാത്രം വെക്കുന്ന ആ സോണ് ഹോട്ടാണ്. അതുകൊണ്ട് തൊടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ സംഭവം കാണിക്കുന്നത്. ഇതിനകത്തിപ്പോൾ ഓട്ടോ ഫംഗ്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് 4 സോണ് നമുക്ക് 4 രീതിയിൽ 4 ടെമ്പറേച്ചർ 4 പവർ ലെവലിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് നമ്മൾ പവർ ബട്ടൺ ഓണാക്കുന്നു. 4 സോൺ നമ്മളിപ്പോൾ ഫസ്റ്റ് സോൺ നമ്മളിവിടെ സെലക്ട് ചെയ്തു. അവിടെ നമ്മൾ ഇപ്പോൾ ഒരു 9 പവർ ലെവലാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ സെക്കൻഡ് സോൺ സെലക്ട് ചെയ്തു. നമ്മളതിനകത്ത് ഫുൾ പവറിലാണ് കൊടുത്തിരിക്കുന്നത്. 3ാമത്തെ സോൺ സെലക്ട് ചെയ്തു. നമ്മളതിനകത്ത് ഒരു 7 പവർ ലെവൽ സെറ്റ് ചെയ്തു. ലാസ്റ്റ് 4ാമത്തെ പ്രോഗ്രാം എടുത്തു. നമ്മൾ 4ാമത്തെ എടുത്തിട്ട് നമ്മളതിനകത്ത് ഏറ്റവും കുറഞ്ഞൊരു 3 പ്രോഗ്രാം എടുത്തു. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പല രീതിയിലുള്ള കുക്കിംഗ് ഒരേ സമയം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിനകത്ത് ഓട്ടോ എന്നുള്ള ആ ബട്ടണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഓട്ടോ സെറ്റിംഗ് ആയി. ഇനിയിപ്പം നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന പാത്രം എടുത്തിട്ട് നമ്മൾ ഈ ഒരു സോണിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് 7ാമത്തെ പവറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്ന 5ാമത്തെ പവറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റണ്ണിങ് ആണ്. ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് 7ാമത്തെ പവറിലാണ്. പിന്നെ ഇതിൻ്റെ ഫാൻ ഇപ്പോൾ ഓട്ടോമാറ്റിക് ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫാൻ വർക്ക് ചെയ്യുന്നത് വലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ചെറുതായിട്ട് വലിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫാനിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹീറ്റ് വരുന്നതനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഫാനും അതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യും. അതാണ് നിക്കോള ടെസ്ല എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ ഫാൻ വലിച്ച് പുറത്തേക്ക് പോകുന്നത്. ഇനി ഇത് ഓട്ടോ അല്ലാതെ നമുക്ക് മാനുവലിയും നമുക്കിത് ഉപയോഗിക്കാം. നമുക്കതിന് ജസ്റ്റ് ഈ ഓട്ടോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാനുവലിയും ഇൻഡിവിജ്വലായിട്ട് സോണും നമുക്ക് ഉപയോഗിക്കാം.